നിങ്ങളിപ്പോ ഇദ്ദേഹത്തിന് ഞാൻ പറയാറ്, ഇദ്ദേഹം ഇപ്പൊ കുറച്ചു കാലമായി മുഖ്യധാരയിലില്ല കോൺഗ്രസിന്റെ. നീയൊക്കെ അരട്ട അവസരമുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെ കേൾക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. കഴിഞ്ഞ 20 മാസമായി ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഇദ്ദേഹം ഇപ്പോ പോളിറ്റിക്സിനകത്ത് ഒരു എൻട്രിക്ക് വേണ്ടി പല വെടിപൊട്ടിക്കുകയാണ്. അയാൾ ഒന്നും ചെയ്തില്ല, ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുക. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു ഉണ്ടയില്ല വെടി മാത്രമാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. എടാ മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്നും കേരള പൊളിറ്റിക്സിൽ നിന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു നേതാവിന്റെ ദീനവിലാപമായി മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കൂ. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്ന തരംതാണ രാഷ്ട്രീയത്തോട് പ്രതികരിക്കാനൊന്നും സമയവും ഒന്നും എനിക്കതിനില്ല. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഇവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഷംസീറിന്റെ രാഷ്ട്രീയ വളർച്ച, രാഷ്ട്രീയ വരവ് ഒക്കെ അതിന്റെയൊക്കെ പിന്നാമ്പുറത്തെ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നത് ഷംസീറിന് നല്ലതായിരിക്കും. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. എന്റെ രാഷ്ട്രീയ എൻട്രി അതൊന്നും നിങ്ങളെ ആരുടെയും കയ്യിലല്ല, CPM-ന്റെ ഗുണ്ടകളുടെ കയ്യിലല്ല. എന്റെ രാഷ്ട്രീയ ഫെയ്ത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. എനിക്ക് എന്റേതായ അണികളുണ്ട് ഈ കണ്ണൂരിൽ. ഈ കോൺഗ്രസിനകത്ത് എനിക്ക് എന്റേതായ സ്ഥാനമുണ്ട്. നിങ്ങളെയൊന്നും നിങ്ങളുടെ CPM-ന്റെ ഒന്നും ഒരു 5000 എനിക്ക് ആവശ്യമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഷംസീറിന്റെ ഔദാര്യം വേണോ എനിക്ക് പൊളിറ്റിക്സിൽ കളിക്കാൻ? നാണം കെട്ട ഇതുപോലുള്ള ആർഗ്യുമെന്റ് നടത്തി ഒരു ചാനൽ ചർച്ച വൃത്തികേടാക്കല്ല. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെയും വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു ചർച്ചക്ക് ഞാൻ എന്ത് മറുപടി പറയണമെന്നാ നിങ്ങൾ പറയുന്നത്? ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. ഈ അക്രമത്തിന്റെ എല്ലാം ഒരു ഭാഗത്ത് നാണോ മാനോ ഇല്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങൾ നിൽക്കുകയല്ലേ? അഭിമാനമുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ? ഉളുപ്പുണ്ടടാ ചക്കാണക്ക്, എന്നാ പോവാൻ നോക്കടാ. ഈ CPM എന്ന് പറയുന്ന ഈ കൊള്ളയടിക്കുന്ന, ഈ കൊലപാതകം നടത്തുന്ന, തള്ളവോട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിഖിലേഷ്, വായി തോന്നി വിളിച്ചു പറയുന്ന ഷംസീറിന്റെ ആക്ഷേപത്തിന് മറുപടി പറയാൻ വേറെ ആളെ നോക്കണം. നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? പുരുഷന്മാരെ മൊത്തം അവമാനിക്കാൻ തന്നെ പോലെ ഒറ്റ ഒരുത്തം മതിയല്ലോ.